നമസ്കാരം. തമിഴ്നാട്ടിലെ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ ഈ മാസം 28-ന് ലണ്ടനിൽ പഠനം പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ തിരിച്ചെത്തുകയാണ്. തുടർന്ന് ജനുവരി അവസാനം തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും യാത്ര നടത്താനും അദ്ദേഹം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. വിദേശ പഠനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം അടുത്ത പദ്ധതികൾ പാർട്ടിയിലും അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തൊക്കെ നടപ്പിലാക്കണം എന്നതിന്റെ കൃത്യമായ ഒരു പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടാണ് വിദേശത്തെ പഠനത്തിന് പോയത്. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വീണ്ടും തിരിച്ചെത്തുന്നതോടെ അതോടൊപ്പം തന്നെ 2024 നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏകോപനം നടത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു പദയാത്ര നടൻ വിജയ്ക്കെതിരെ സംഘടിപ്പിക്കാനും സാധ്യത കൂടുതലാണ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 3 മാസത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയം പഠിക്കാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 28-നാണ് അണ്ണാമലൈ ലണ്ടനിലേക്ക് പുറപ്പെട്ടത്. നവംബർ 28-ന് തമിഴ്നാട്ടിലെത്തുന്ന അണ്ണാമലൈ ഡിസംബർ 1-ന് കോയമ്പത്തൂരിൽ നടക്കുന്ന ബി.ജെ.പി. പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അണ്ണാമലൈ തുടർന്നും പങ്കെടുക്കും. ബി.ജെ.പിയുടെ വോട്ട് ബാങ്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തിയ എൻ മക്കൾ പദയാത്ര പോലെ ജനുവരിയിൽ തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും നടന്ന് ഗ്രാമവാസികളെ കാണാനാണ് അണ്ണാമലൈയുടെ പദ്ധതി. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരിക്കും ഈ യാത്ര. ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി അവസാനം പൊങ്കൽ ഉത്സവം അവസാനിച്ചതിന് ശേഷം അണ്ണാമലൈ ഈ യാത്ര ആരംഭിക്കും. ബി.ജെ.പിയുടെ അംഗത്വ യജ്ഞത്തിൽ ഇതുവരെ 60 ലക്ഷം പേർ അംഗങ്ങളായതായി തമിഴ്നാട് ബി.ജെ.പി. അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം തമിഴ്നാട് മണ്ണിൽ വിജയ്ക്കെതിരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തന്ത്രങ്ങളും അണ്ണാമലൈ തയ്യാറാക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു പ്രചാരണ തന്ത്രമാണ് അണ്ണാമലൈ രൂപം നൽകാൻ പോകുന്നത്. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തമിഴ്നാട് എങ്ങനെ പിടിച്ചെടുക്കണം എന്ന രീതിയിലേക്കായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അണ്ണാമലൈ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളടക്കം ഒരു യോഗം കൂടാൻ പോകുന്നത്. എന്നാൽ 2024 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ വീഴ്ത്തിക്കൊണ്ട് ഡി.എം.കെ. സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് അവിടെ ബി.ജെ.പി. തമിഴ്നാട് പിടിച്ചെടുക്കാൻ ഒരു നീക്കം, ശക്തമായ ഒരു നീക്കമാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മോദിയും അണ്ണാമലൈ ബി.ജെ.പി. ദേശീയ നേതൃത്വം അടക്കം അവിടെ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്.